പോക്ക് കണ്ടിട്ട് കോൺഗ്രസിലെ രാഹുൽ ഗാന്ധി അടക്കം എല്ലാവരെയും ഒരു വഴിക്കാക്കാനുള്ള പോക്കിലാണ് ശശി തരൂർ എന്ന് ചിന്തിക്കേണ്ടി വരും. കാരണമുണ്ട്. ചർച്ച നടക്കട്ടെ. ഇന്ത്യ അഭിപ്രായ സ്വാതന്ത്ര്യം ഒരു അല്പം കൂടിയ രാജ്യമല്ലേ, അതുകൊണ്ട് എന്തിനെക്കുറിച്ചും ചർച്ച നടക്കട്ടെ എന്നാണ് തരൂരിന്റെ ഇപ്പോഴത്തെ നിലപാട്. തെറ്റാണെന്ന് ആരും പറയാറില്ല. തരൂരിനെതിരെ ഒരു അവസരം കാത്തു നിൽക്കുന്ന കോൺഗ്രസ് അല്ലാതെ. അങ്ങനെ വീണ്ടും ശശി തരൂർ പാർലമെന്റിനുള്ളിൽ വെച്ച് BJP നിലപാടിനെ അനുകൂലിച്ചുകൊണ്ട് കോൺഗ്രസ് നേതാക്കളെ ഞെട്ടിച്ചിരിക്കുന്നു. വീണ്ടും ഓപ്പറേഷൻ സിന്ദൂറിലും ഇതേ നിലപാടായിരുന്നു ശശി തരൂരിന്. നിലപാട് മാത്രമല്ല, ഓപ്പറേഷൻ സിന്ദൂറിൽ വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യൻ എംപിമാരുടെ സംഘത്തിന്റെ പ്രതിനിധിയായി തലവനായി പോയി അവിടെ ചെന്ന് BJP സർക്കാരിന്റെ നിലപാട് വളരെ വ്യക്തമായി വരച്ചു കാട്ടുകയും ചെയ്തു വിശ്വപൗരൻ കൂടിയായ ശശി തരൂർ. ഇപ്പോഴെന്താണ്, പാർലമെന്റിനുള്ളിൽ വെച്ച് തന്നെ രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്കയുടെയും ഒക്കെ മുന്നിൽ വെച്ച് തന്നെ രാഹുൽ ഗാന്ധിയുടെ മുന്നിൽ വെച്ച് ഇതാ ശശി തരൂർ വ്യക്തമായ നിലപാടെടുത്തിരിക്കുന്നു. കേന്ദ്രമന്ത്രിമാർ ജയിലിലായാൽ അവർ നേരെ വീട്ടിലേക്ക് പോകട്ടെ എന്ന്. ജയിലിലാകുന്ന മന്ത്രിമാരെ കസേരയിൽ നിന്നും വലിച്ചിറക്കുന്ന നിയമ ഭേദഗതിയോട് അനുകൂലിച്ച് തന്നെയാണ് ശശി തരൂർ ഇത്തവണ വീണ്ടും കോൺഗ്രസ് നേതൃത്വത്തെ ഞെട്ടിപ്പിച്ചിരിക്കുന്നത്. മോദി സർക്കാരിന്റെ നിർണായകമായ ഈ ഭരണഘടന ഭേദഗതിക്ക് അവതരിപ്പിക്കുന്ന ബില്ലിന് അങ്ങനെ തരൂർ പാർലമെന്റിനുള്ളിൽ വെച്ച് തന്നെ നിലപാട് അനുകൂലിച്ചുകൊണ്ട് വ്യക്തമാക്കിയിരിക്കുന്നു. ഈ ഒരു നീക്കം പക്ഷേ രാഹുൽ ഗാന്ധിയും കൂട്ടരും തരൂരിൽ നിന്ന് പ്രതീക്ഷിതയില്ല. 5 വർഷമോ അതിൽ കൂടുതലോ ശിക്ഷ ലഭിക്കാവുന്ന ഒരു കുറ്റത്തിന് അറസ്റ്റിലായി 30 ദിവസം ജയിലിൽ കഴിയേണ്ടി വരുന്ന മന്ത്രിമാർക്ക് 1 മാസത്തിനകം സ്ഥാനം നഷ്ടപ്പെടുമെന്ന ഭരണഘടനാ ഭേദഗതി ബില്ലിനാണ് തരൂർ ഇപ്പോൾ അനുകൂല നിലപാട് അറിയിച്ചിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂർ ഉൾപ്പെടെയുള്ള നിർണായകമായ പദ്ധതികൾക്ക്, ഓപ്പറേഷനുകൾക്ക്, പരിപാടികൾക്കൊക്കെ തന്റെ വ്യക്തമായ നിലപാട്, മോദി സർക്കാരിനുള്ള നിലപാട് പ്രഖ്യാപിച്ച് തരൂർ നേരത്തെ 1 മാസം മുമ്പ് കോൺഗ്രസ് നേതൃത്വത്തെ ഞെട്ടിച്ചതാണ്. ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെന്റിൽ അവതരിപ്പിക്കാനിരിക്കുന്ന ഈ ബിൽ 2025 പ്രകാരം തുടർച്ചയായി 30 ദിവസത്തിലധികം അറസ്റ്റിലെ ജയിലിൽ കഴിയുന്ന പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ഏത് കേന്ദ്ര സംസ്ഥാന മന്ത്രിയും 31 ദിവസം രാജിവെക്കുകയോ അല്ലെങ്കിൽ പിടിച്ച് പുറത്താക്കുകയോ ചെയ്യണം. ഈ ബില്ലിൽ താൻ തെറ്റൊന്നും കാണുന്നില്ലെന്നും സഭയിൽ ചർച്ച നടക്കട്ടെ എന്നുമാണ് തരൂർ NDTVയോട് പ്രതികരിച്ചത്. അതേസമയം തരൂർ ഒഴികെയുള്ള പ്രതിപക്ഷം ബില്ലിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചത്. കർക്കശവും ഭരണഘടനാ വിരുദ്ധമെന്നാണ് പ്രിയങ്ക ഗാന്ധി ബില്ലിനെ വിശേഷിപ്പിച്ചത്. അവിടെ കൊണ്ട് തീരുന്നില്ല. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ബുധനാഴ്ച രാവിലെ പാർലമെന്റ് പിരിയുകയും ചെയ്തു. സംസ്ഥാന കേന്ദ്ര മന്ത്രിമാർ, മുഖ്യമന്ത്രി, പ്രധാനമന്ത്രി എന്നിവർക്കൊക്കെ ഒരേപോലെ ബാധകമാണ് ഈ ബില്ലിലെ വ്യവസ്ഥകൾ. 30 ദിവസം ജയിലിൽ കിടന്നാൽ പിന്നെ നിങ്ങൾക്ക് ഒരു മന്ത്രിയെ തുടരാൻ കഴിയുമോ? ഇത് സാമാന്യ ബുദ്ധിയുടെ കാര്യമാണ്. എനിക്കതിൽ തെറ്റൊന്നും കാണാൻ കഴിയുന്നില്ലെന്നാണ് തരൂർ തന്റെ നിലപാട് വ്യക്തമാക്കിയത്. പരിശോധനയ്ക്ക് ഈ ബിൽ വേണമെങ്കിൽ JPC പോലുള്ള സമിതിക്ക് അയക്കാമെന്നും ഇത് ജനാധിപത്യത്തിന് ഏറെ നല്ലതാണെന്നുമാണ് തരൂർ അഭിപ്രായം പ്രകടിപ്പിച്ചത്. 30 ദിവസം തുടർച്ചയായി കസ്റ്റഡിയിൽ കഴിയേണ്ടി വരുന്ന മന്ത്രിമാരെ പുറത്താക്കാൻ മുഖ്യമന്ത്രിമാർ ഗവർണർക്ക് ശുപാർശ ചെയ്യണം. പ്രധാനമന്ത്രിയാണെങ്കിൽ രാഷ്ട്രപതി ശുപാർശ ചെയ്യണം. തുടർന്ന് ഗവർണർമാർ ഈ മന്ത്രിമാരെ പുറത്താക്കണം. രാജിവെച്ചില്ലെങ്കിൽ 31 ദിവസം ഓട്ടോമാറ്റിക്കായി ഇവർ മന്ത്രിമാരല്ലാതാക്കും. ഇതേ രീതിയിൽ മുഖ്യമന്ത്രിമാർക്കും പിന്നെ പ്രധാനമന്ത്രിക്കും ബാധകമാണ്. എന്തായാലും വീണ്ടും ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഞെട്ടിക്കുന്നൊരു നിലപാടുമായി വീണ്ടും കോൺഗ്രസ് നേതൃത്വം ഞെട്ടിച്ചിരിക്കുകയാണ്. BJP സർക്കാരിന് ഇത് വ്യക്തമായി അറിയാമായിരുന്നു. തരൂർ അടക്കമുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഈ ബില്ലിനെ അനുകൂലിക്കുമെന്ന്. അതേസമയം രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും ഒക്കെ പേടിച്ചാണ് ചില മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഈ ബില്ലിന് അനുകൂലമായ നിലപാട് പാർലമെന്റിൽ പറയാത്തത്. പക്ഷേ വരും ദിവസങ്ങളിൽ കൂടുതൽ MPമാരും മുതിർന്ന കോൺഗ്രസ് നേതാക്കളും ഈ സുപ്രധാനമായ ഭേദഗതി ബില്ലിനെ അനുകൂലിച്ച് സംസാരിക്കുമെന്ന് തന്നെയാണ് BJP പ്രതീക്ഷ. ശശി തരൂർ അതിന് തുടക്കമിട്ട് കഴിഞ്ഞു. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച